റെസിപ്പി ഡെമോ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. യൂസ് സോഫ്റ്റ്വെയർ ഇതാണ് വരുന്നത്. ഡെമോ എന്ന് യൂസർ അടിച്ചു കൊടുക്കാം. പാസ്വേഡ് നമുക്ക് ക്വിക്കായിട്ട് വേണ്ട കാര്യങ്ങളാണ് ഇവിടെ ഷോ ചെയ്തിട്ടുള്ളത്. ബില്ലിംഗ് ആയിക്കോട്ടെ, പർച്ചേസ് ആയിക്കോട്ടെ, കൊട്ടേഷൻ, സെയിൽസ് റിട്ടേൺ, പ്രൊഡക്റ്റ് മാസ്റ്റർ, വൗച്ചർ, ലെഡ്ജർ, പ്രൊഡക്റ്റ് ലെഡ്ജർ, ഡെയിലി റിപ്പോർട്ട്. നമുക്ക് ഫസ്റ്റ് സെയിൽസിന് അണ്ടറിൽ എന്തൊക്കെ വരുന്നതെന്ന് ചെക്ക് ചെയ്യാം. സെയിൽസ് ക്ലിക്ക് ചെയ്യാം. ബില്ലിംഗ്, സെയിൽസ് റിട്ടേൺ, കൊട്ടേഷൻ, ട്രാൻസ്ഫർ ഔട്ട്, ട്രാൻസ്ഫർ ഇൻ, സെയിൽസ് ഓർഡർ, ഡെലിവറി നോട്ട്. പർച്ചേസിന് അണ്ടറിലോട്ട് വരുമ്പോൾ പർച്ചേസ്, പർച്ചേസ് റിട്ടേൺ, റിപ്പോർട്ട് സൈഡിലോട്ട് വരുമ്പോൾ നമ്മൾ ആ ട്രാൻസാക്ഷനുമായ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ റിപ്പോർട്ടുകൾ നമ്മൾ സെപ്പറേറ്റ് ആണ് ചെയ്തിട്ടുള്ളത്. സെയിൽസ് ക്ലിക്ക് ചെയ്ത സെയിൽസിന് അണ്ടറിൽ ബിൽ വൈസ് റിപ്പോർട്ടുകൾ, റിപ്പോർട്ട് സൈഡിൽ വിശദമായ വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നതായിരിക്കും. നമുക്ക് അക്കൗണ്ട്സിലേക്ക് കടക്കാം. അക്കൗണ്ട്സിൽ വൗച്ചേഴ്സ്, അതുപോലെ തന്നെ നമ്മൾ റിപ്പോർട്ട്സിൽ ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നീ റിപ്പോർട്ടുകളായിരിക്കും ഉണ്ടാവും. പിന്നെ മാസ്റ്റേഴ്സിലാണ് നമ്മൾ എല്ലാ ക്രിയേഷൻ സംബന്ധമായ എല്ലാ കാര്യങ്ങളും വരുന്നത്. അക്കൗണ്ട് മാസ്റ്റർ, അക്കൗണ്ട് ഗ്രൂപ്പ്, സ്റ്റോക്ക് മാസ്റ്റർ, ഏരിയ, നരേഷൻ, ടാക്സ് ഫയൽ, ഗ്രൂപ്പ്, ഐറ്റം ഗ്രൂപ്പുകൾ എന്നീ കാര്യങ്ങൾ വരുന്ന എംപ്ലോയർ മാസ്റ്റർ എന്നീ കാര്യങ്ങൾ വരുന്നത്. പക്ഷെ നമ്മൾ സെറ്റിംഗ് സൈഡിലോട്ട് വരുമ്പോൾ സെറ്റിംഗ്സ് നിങ്ങളെ പൂർണ്ണമായ സെറ്റിംഗ്സ് നിങ്ങൾക്ക് വരുന്ന എഞ്ചിനീയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ടിപ്പ് എവിടെയൊക്കെ കൊടുക്കണം എന്നുള്ളത് നമുക്ക് ക്വിക്കായിട്ട് നമ്മളെ കമ്പനി ഡീറ്റെയിൽസ് കൊടുക്കാനുള്ളതാണ്. കമ്പനി നെയിം, നിങ്ങളെ അഡ്രസ്സ്, ഫോൺ നമ്പർ എന്നീ കാര്യങ്ങൾ കൊടുക്കാനുള്ളതാണ്. ബാക്കി എല്ലാ സെറ്റിംഗ്സും നിങ്ങൾക്ക് വരുന്ന എഞ്ചിനീയർ നിങ്ങളെ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഫസ്റ്റ് നമുക്കൊരു ഐറ്റം ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ പർച്ചേസ് ചെയ്ത് സെയിൽ ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് എടുക്കാമെന്ന് കുറച്ച് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് പ്രൊഡക്റ്റ് മാസ്റ്റർ ആണ് വരുന്നത്. നമ്മൾ മാസ്റ്റേഴ്സിനായിട്ട് സ്റ്റോക്ക് മാസ്റ്റർ, പ്രൊഡക്റ്റ് മാസ്റ്ററിന് ഷോർട്ട് കട്ട് വരുന്നുണ്ട് F7 ആണ്. പ്രൊഡക്റ്റ് മാസ്റ്റർ ക്ലിക്ക് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് വരുന്നത് ഐറ്റം ഗ്രൂപ്പാണ്. അപ്പോൾ നമ്മൾ ഏതൊക്കെ ഐറ്റം ഗ്രൂപ്പിലൂടെ ക്ലിക്കായിട്ട് 3 ഐറ്റം ഗ്രൂപ്പ് ഉണ്ടാവും. ഇൻവെന്ററി. പിന്നെ നമുക്ക് മൂന്നാമതായിട്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐറ്റം ഗ്രൂപ്പ് എന്ന ഓപ്ഷനോട് വരുന്നുണ്ട്. ഐറ്റം ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ന്യൂ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ആദ്യം ഗ്രൂപ്പ് കൊടുക്കാം, ടെസ്റ്റ് കോഡ്. പിന്നെ ആ ഗ്രൂപ്പിന്റെ നെയിം എന്താണെന്നുള്ളത് എൻ്റർ അടിച്ചാൽ സേവ് ആവും. യെസ് കൊടുക്കുക. ഇവിടെ സേവ് ആയി. അപ്പോൾ നമുക്കിവിടെ ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ന്യൂ ഐറ്റം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ എന്ത് കോഡാണ് നമുക്ക് വേണ്ടത്, നമുക്ക് ടെസ്റ്റ് 1 2 3 4 കോഡ് നെയിം ഒന്നുപോലെ തന്നെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളതായ കോഡ് കൊടുക്കണമെന്ന് കോഡ് കൊടുക്കാം. നമുക്ക് 5 തരം പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഫസ്റ്റ് പ്രൈസാണ് കൊടുക്കുന്നത് 100 രൂപ. MRP 150 രൂപ. നിങ്ങൾക്ക് ഇനി ഒന്നിൽ കൂടുതൽ പ്രൈസ് വരുന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യാം. ഇനി ടാക്സ് പെർസെൻറ്റേജ്, പിന്നെ സെസ് ഉണ്ടെങ്കിൽ സെസ് കൊടുക്കുക. പിന്നെ യൂണിറ്റ്, ഐറ്റം എങ്ങനെ ക്രിയേറ്റ് ചെയ്യണോ എന്ന് കുറേ വിശദമായ വീഡിയോ നിങ്ങൾക്ക് വേറെ ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് ക്വിക്കായിട്ട് കടന്നു പോവാം. PR പ്രൈസ് എന്ന് പറഞ്ഞാൽ പർച്ചേസ് പ്രൈസ്. നമ്മൾ 70 രൂപ പർച്ചേസ് പ്രൈസ് കൊടുക്കുന്നു. ലാൻഡിംഗ് കോസ്റ്റ് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ കൂടെ മാറ്റം വരുത്തി കൊടുക്കാം. അല്ലെങ്കിൽ പർച്ചേസ് എന്നത് അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. നിങ്ങളുടെ ഐറ്റം ഗ്രൂപ്പ് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ഇവിടുന്ന് F5 അടിച്ചു കഴിഞ്ഞാൽ ഐറ്റം ഗ്രൂപ്പ് വരും. ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടെസ്റ്റ്. സബ് ഗ്രൂപ്പ്, സപ്ലയർ എന്നീ കാര്യങ്ങൾ നമുക്ക് പർച്ചേസ് നിന്ന് അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. സബ് ഗ്രൂപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇവിടുന്ന് F5 അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കാൻ സബ് ഗ്രൂപ്പ് ഇവിടെ കാണിക്കും. സബ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് സബ് ഗ്രൂപ്പ് മാസ്റ്റർ എന്നുള്ള ഓപ്ഷനിലാണ്. നമ്മൾ നേരത്തെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത വിൻഡോയിൽ ന്യൂ അടിക്കുക. നമുക്ക് വേണ്ട ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക. HSM മാസ്റ്റർ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ടുകൊണ്ട് നമുക്ക് HSM മാസ്റ്റർ വരുന്നുണ്ട്. HSM മാസ്റ്റർ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഇവിടെ ന്യൂ അടിച്ച് ക്രിയേറ്റ് ചെയ്യാം. ഇതെല്ലാം നമുക്ക് HSM കോഡ് കറക്റ്റ് ആയിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എൻ്റർ അടിക്കുക. നമുക്ക് എല്ലാ ഡീറ്റെയിൽസും കഴിഞ്ഞാൽ നേരെ സേവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓൾറെഡി ഡാറ്റ ക്രിയേറ്റ് ആയി. ഇനി പുതിയ ഡാറ്റ ക്രിയേറ്റ് ചെയ്യുന്ന ഐറ്റം ക്രിയേറ്റ് ചെയ്യണോ വേണ്ടിയാണ് ചോദിക്കുന്നത്. നമുക്ക് തൽക്കാലം നോ കൊടുക്കുക. പിന്നെ വരുന്ന പർച്ചേസ് ക്ലിക്ക് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ക്യാഷ് മോഡാണ്, ക്യാഷ് ആണോ ക്രെഡിറ്റ് ആണോ എന്നുള്ളത് നമ്മൾ ക്യാഷ് കൊടുക്കുക തൽക്കാലം. പിന്നെ ഇൻവോയ്സ് ഡേറ്റ്, പിന്നെ നമുക്കിവിടെ സപ്ലയർ കൊടുക്കുന്നതാണ്. അപ്പം നമ്മൾ ആദ്യം ഇവിടുന്ന് F5 അടിച്ച് നോക്കുക. സപ്ലയർ ഉണ്ടോ? സപ്ലയർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, F3 അടിച്ച് ക്രിയേറ്റ് ചെയ്യാം. F3 അടിച്ച് ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അവർക്കൊരു കോഡ് വരും. ആ കോഡ് നമ്മൾ യൂസ് ചെയ്യാം. ടെസ്റ്റ് സപ്ലൈ അവരെ പ്ലേസ് അഡ്രസ് ഡീറ്റെയിൽസ് കൊടുക്കുക. അവർ GST നമ്പർ നിർബന്ധമായിട്ട് കൊടുക്കുക. GST നമ്പറിലാണ് നമുക്ക് ഒരു സ്റ്റേറ്റ് ആണോ എന്ന് സെർച്ച് ചെയ്യുന്നു. തൽക്കാലം ഞാനൊരു നമ്പർ കൊടുക്കുകയാണ്. സേവ്. നമ്മൾ ക്രിയേഷൻ കഴിഞ്ഞു. ക്രിയേഷൻ വരുന്നത് F3 അടിക്കും. ഞാൻ ഒരു സെർച്ച് ചെയ്യാൻ നമുക്ക് F5
ചൂസ് ചെയ്യുക. നമുക്കിവിടെ ടെസ്റ്റ് എന്നുള്ള സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇൻവോയ്സ് നമ്പർ, ഇൻവോയ്സിലെ ടോട്ടൽ എമൗണ്ട് നമുക്കിവിടെ അടിച്ചു കൊടുക്കാം. 45. ഇവിടെ ഐറ്റത്തിൻ്റെ പേര് F5 അടിച്ചു കഴിഞ്ഞാൽ എൻ്റർ അടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഐറ്റത്തിൻ്റെ പേര് കിട്ടി. ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ഐറ്റം. പ്രൈസിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമുക്കിവിടെ മാറ്റം വരുത്തി കൊടുക്കാം. എത്ര ക്വാണ്ടിറ്റി വന്നിട്ടുണ്ടെന്ന്, ഡിസ്കൗണ്ട് എമൗണ്ട് ബില്ലിലുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് എമൗണ്ട് അടിച്ചു കൊടുക്കുക. എൻ്റർ അടിച്ച് നിങ്ങൾ വിൽക്കുന്ന പ്രൈസിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ നമുക്കൊരു പ്രൈസ് അവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ടിക്ക് കൊടുത്താൽ മതി. ഇത് നേരെ നമ്മൾ ആ പർച്ചേസ് എൻട്രി കഴിഞ്ഞാൽ എന്തെങ്കിലും ഡിസ്കൗണ്ട്, അഡീഷണൽ ഡിസ്കൗണ്ടോ കാര്യങ്ങളോ അഡീഷണൽ എന്തെങ്കിലും എക്സ്പെൻസോ കാര്യങ്ങളോ വരുന്നുണ്ട്, നമുക്കിവിടെ F9 ആണ് ബട്ടൺ വരുന്നത്. F9 അടിക്കുക. F9 അടിച്ചു കഴിഞ്ഞാൽ ഹാൻഡ്ലിംഗ് ചാർജ് വരുന്നുണ്ട്, ഹാൻഡ്ലിംഗ് ചാർജ് കൊടുക്കാം. ഇനി അതല്ല ബില്ലെല്ലാട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പെൻസുകൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. ഇത് ലാൻഡിംഗ് കോസ്റ്റിൽ അപ്ഡേറ്റ് ആവുന്നത്. നേരെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് സെയിലിലോട്ട് പോവാം. ബില്ലിംഗ് ഇതേമാതിരി തന്നെ ക്യാഷ് ആണോ ക്രെഡിറ്റ് ആണോ എന്നുള്ളത്, ബാങ്ക് ആണോ കാർഡ് ആണോ എന്നുള്ളത് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക്. പിന്നെ പ്രൈസ് കാറ്റഗറി, ഏത് പ്രൈസ് കാറ്റഗറി നമ്മൾ 5 പ്രൈസ് കൊടുത്തിട്ടുണ്ട്. 5 പ്രൈസിൽ ഏത് പ്രൈസ് കാറ്റഗറി ബില്ലിൽ എടുക്കണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഇവിടെ ചെക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ പ്രൈസ് 1 ആണ് ചൂസ് ചെയ്യുന്നത്. കസ്റ്റമർ പേര്, ടെസ്റ്റ്, ഐറ്റത്തിൻ്റെ എന്ത് ഐറ്റമാണ് കൊണ്ടുപോകുന്നത് വെച്ചാൽ ഐറ്റത്തിൻ്റെ പേര്, ക്വാണ്ടിറ്റി എത്ര ക്വാണ്ടിറ്റിയാണ് അവർ കൊണ്ടുപോകുന്നത് കുറച്ച് ക്വാണ്ടിറ്റി അടിച്ചു കൊടുക്കാം. എന്നീ ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം നേരെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. ഇപ്പോൾ പ്രിന്റ് വേണോ വേണ്ടി എന്ന് ചോദിച്ചാൽ യെസ് കൊടുത്താൽ പ്രിന്റ് വരും. നോ കൊടുത്തതിന് പ്രിന്റ് വേണ്ടാന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക. നമുക്ക് റിപ്പോർട്ട് സൈഡിലോട്ട് വരുമ്പോൾ റിപ്പോർട്ടിൽ സെയിൽസിൽ ബിൽ ബേസ്, നമുക്കിവിടെ എങ്ങനെ വേണമെങ്കിൽ ബിൽ ബേസ് വേണോ ഡേറ്റ് ബേസ് വേണോ നിങ്ങൾക്ക് കസ്റ്റമറെ ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. റിപ്പോർട്ട് കിട്ടും. പിന്നെ ഡെയിലി റിപ്പോർട്ട് വരുന്നത് ഇങ്ങനെയാണ്. സെയിൽസ്, നടത്തുന്ന സെയിൽസ്, പർച്ചേസ്, സെയിൽസ് റിട്ടേൺ, സമ്മറി ആയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ബാക്കി വിശദമായ വീഡിയോകൾ നമ്മൾ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ.